ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 4 മാസത്തിന് ശേഷമാണ് നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. എൻ്റെ ലാപ്ടോപ്പ് കേടായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ആക്ച്വലി ഇത് ഞാൻ പഴയ ഒരു വീഡിയോയാണ്. ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് എൻ്റെ ലാപ്ടോപ്പ് കേട് പറ്റുന്നത്. അപ്പോൾ ആ വീഡിയോ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ യാത്ര പോയത് എൻ്റെ ഫാമിലി ആയിട്ടാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള 2 പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് നെയ്യാറ്റിൻകരയിലുള്ള ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലേക്കാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അതായത് ഈ ശിവലിംഗം 111.2 അടി ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമായിട്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നത്. ഈ ശിവലിംഗത്തിനകത്ത് കയറാൻ പറ്റും കേട്ടോ. നമുക്ക് ശിവലിംഗത്തിനകത്ത് ശരിക്കും ഒരു ഗുഹ പോലെ 8 നിലകളാണ്. നമ്മളിങ്ങനെ കയറി പോവാം മുകളിലേക്ക്. അപ്പോൾ 8 നിലയിലായിട്ടാണ് ഏറ്റവും മുകളിൽ കൈലാസം. അതാണ് സങ്കല്പം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ കൈലാസത്തിൽ പോയതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതിനകത്ത് കയറി പോകുമ്പോൾ നല്ല തണുപ്പും ശിവന്റെ ആ പാർവതിയുടെ ആ രൂപവും ശരിക്കും മഞ്ഞു പോലെ. അത് നമുക്ക് കണ്ടു തന്നെ ആകണം. പക്ഷെ നമുക്ക് മൊബൈൽ ഫോൺ അതിനകത്ത് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പോൾ അമ്പലത്തിനകത്ത് ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ആഴിമലയിലേക്കാണ്. ആഴിമലയിലെ ആ ഒരു ശിവന്റെ രൂപം, ആ ഒരു ശില്പം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ശില്പമാണല്ലേ. നമ്മൾ ഒരുപാട് റീൽസിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. കടൽ തീരത്ത് ആ ശിവന്റെ ഒരു ശില്പം. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടാമത് പോയത് ആഴിമലയിലേക്കാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേന് ഞങ്ങൾ കുറച്ച് ലേറ്റായി. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് ലേറ്റായി പോയി എത്തിയപ്പോൾ. അത് കാരണം നല്ല തിരക്കുമായി. ഞങ്ങൾക്ക് അകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ അമ്പലത്തിനകത്ത് കയറുമ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ല. ശില്പത്തിൻ്റെ ആ സ്ഥലത്ത് പോയിട്ട് മാത്രമേ വീഡിയോസ് എടുക്കാൻ പാടുള്ളൂ. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബീച്ചിൽ പോകാനായിരുന്നു പ്ലാന്. ബീച്ചിലേക്ക് വന്നപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് നല്ല തിരമാല ഉള്ളത് കൊണ്ടും നമ്മളെ ബീച്ചിൽ ഇറക്കിയില്ല. അവരെ പറഞ്ഞു ഇനി ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തിരിച്ച് എന്നാൽ ശില്പം ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് ആ ഭാഗത്തേക്ക് വന്നപ്പോൾ നേദ്യം എടുക്കാൻ വേണ്ടി അമ്പലം ക്ലോസ് ചെയ്തു. നല്ല പണിയായിപ്പോയി അത്. ഞങ്ങൾ കുറേ നേരം പുറത്ത് കാത്തു നിന്നു. കാരണം തുറന്നിട്ട് കയറാലോ എന്ന് വിചാരിച്ചിട്ട് 7:30 വരെ ഞങ്ങൾ നിന്നു. പക്ഷെ 7:30 ആയിട്ടും തുറന്നില്ല. പിന്നും നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഒരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വളരെ സങ്കടത്തോടു കൂടിയാണ് ആഴിമലയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇനി പോകുമ്പോൾ ആഴിമലയിൽ നേരത്തെ പോകണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ കഴിയും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.